പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിലെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂൺ മാസത്തിലെ ആനുകൂല്യ വിതരണവും അതോടൊപ്പം തന്നെ പെൻഷൻ തുക വർധനവ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 5 ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ തുക അടിസ്ഥാന പെൻഷൻ എന്ന ഇനത്തിൽ ഉൾപ്പെടുത്തി 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള വാഗ്ദാനം. അധികാരത്തിലേറി 6 മാസത്തിനകം തന്നെ 5 ഗ്യാരണ്ടികളും വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 19-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ 500 രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാസം 19ഓടുകൂടി പെൻഷൻ തുകയിൽ വർധനവ് പ്രഖ്യാപിക്കുമ്പോൾ പെൻഷൻ തുക വർധനവ് ഏതു മാസം മുതൽ നിലവിൽ വരും എന്നുള്ള കാര്യത്തിലും പ്രഖ്യാപനം പുറത്തുവരും. സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെയും ക്ഷേമനിധി പെൻഷനുകളും ഉൾപ്പെടെ കൈപ്പറ്റുന്ന 65 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നേരിട്ട് ബാധിക്കുന്ന വലിയ ആശ്വാസം നൽകുന്നതുമായ ഒരു തീരുമാനമായിരിക്കും സംസ്ഥാന ബജറ്റിൽ ഉണ്ടാവുക. പെൻഷൻ തുക മുടങ്ങാതെ കൃത്യമായി ലഭിക്കുന്നതിനായുള്ള വാർഷിക മസ്റ്ററിങ്ങിനുള്ള തീയതികൾ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം സർക്കാർ നൽകിയിട്ടുള്ള തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കും. പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നത്. പെൻഷൻ ഗുണഭോക്താവിൻ്റെ മരണശേഷവും ബന്ധുക്കൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വാർഷിക മസ്റ്ററിംഗ് കൂടുതൽ കർശനമാക്കിയത്. ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്തിയാൽ പിഴപ്പലിശ ഉൾപ്പെടെ ഇതുവരെ ലഭിച്ച പണം തിരികെ പിടിക്കുന്നതിനും സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ആധാർ അധിഷ്ഠിത ബയോമെട്രിക് രീതിയിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിലൂടെ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കുകയും പെൻഷൻ ലിസ്റ്റിൽ അവർ നിലനിൽക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മസ്റ്ററിംഗ് കൃത്യമായി നടത്തുന്ന കാലയളവിലാണ് വിദേശത്ത് താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി കൂടുതൽ അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം പെൻഷൻ വിതരണം കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വാർഷിക മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ ചില പ്രത്യേക വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളോട് തങ്ങളുടെ വരുമാനം തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല. മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷന് അപേക്ഷ സമർപ്പിച്ച സമയത്ത് മുൻഗണന തെളിയിക്കുന്ന വരുമാന രേഖകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കളാണ് ഈ മാസം 30-നകം വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ തുടങ്ങി സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മാത്രമാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള മുറയ്ക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ബാധകമല്ല. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നിലവിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത്. ഇവർക്ക് 2025 ഡിസംബർ മാസത്തോടുകൂടി തന്നെ പെൻഷൻ തടസ്സപ്പെടേണ്ടതാണ്. എന്നാൽ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാസം 30 വരെയുള്ള പെൻഷൻ തുക ഇവർക്ക് മുടങ്ങാതെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുമാന സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ പകർപ്പും ചേർത്താണ് പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ടത്. നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള ആളുകളും പുതുതായി പെൻഷന് അപേക്ഷ വെച്ചപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുള്ള ആളുകളും നിലവിലിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് പുതുതായി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സർക്കാർ അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റ് ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാകാൻ സാധ്യത. പെൻഷൻ പ്രായം കൂട്ടണമെന്ന് ശുപാർശയുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. വരുമാനം കണ്ടെത്താൻ മദ്യത്തിൻ്റെ വില കൂട്ടുന്നതും ഭൂമിയുടെ ന്യായവില ഉയർത്തുന്നതും പരിഗണനയിൽ ഉണ്ട്. ജനങ്ങളുടെ കയ്യടി കിട്ടാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ദിരാ ഗ്യാരണ്ടികൾ ഊന്നിയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ബജറ്റിൽ ഉണ്ടാവുക. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ 1000 രൂപ വിതരണം എന്നിവ ബജറ്റിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്ത്രീ സൗജന്യ യാത്ര നടപ്പാക്കിയതിനാൽ KSRTCക്ക് കൂടുതൽ പണം ബജറ്റിൽ നീക്കിവെച്ചേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ
ഇത്തവണ സർക്കാർ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാലും അത് വേഗത്തിൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കില്ല. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ശുപാർശ അംഗീകരിക്കപ്പെടുമെന്നാണ് സൂചന. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം മുൻകൂറായി ഒരു ഗഡുവെങ്കിലും നൽകുന്നതും പരിഗണനയിൽ ഉണ്ട്. വൈദ്യുത ഉൽപ്പാദന മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും നിലവിലുള്ള വൻകിട പദ്ധതികൾക്ക് പണം മാറ്റിവെക്കും. വരുമാനം കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളി എങ്ങനെ മറികടക്കും എന്നതാണ് പ്രധാന ചോദ്യം. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതിന് ഒപ്പം ഭൂമിയുടെ ന്യായവിലയും വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്രോൾ സെസ് കുറക്കുമോ എന്ന കാര്യത്തിലുള്ള സർക്കാർ നിലപാടും ബജറ്റിൽ വ്യക്തമാക്കിയേക്കും. കേരളത്തിൽ പുതിയൊരു വ്യവസായിക നയത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് എന്നാണ് പ്രതീക്ഷ. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, IT, വിനോദസഞ്ചാരം, ഷിപ്പിംഗ്, വ്യോമയാനം എന്നിവയ്ക്ക് ഊന്നൽ നൽകും. വ്യവസായിക വാണിജ്യ മേഖല അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ബജറ്റ് പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വാണിജ്യ വ്യവസായിക പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് സർക്കാർ കൈത്താങ്ങ് അനിവാര്യമാണ്. തളർന്നു കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലും സർക്കാർ ഇടപെടൽ ഉണ്ടാകും. ധവളപത്രത്തിലെ അടച്ചുപൂട്ടൽ സ്വകാര്യവൽക്കരണ നിർദ്ദേശം പൊതുമേഖലയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. CAG റിപ്പോർട്ട് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18,026 കോടി രൂപയാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതും വ്യവസായിക മേഖലയ്ക്ക് നിക്ഷേപകർ താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതുമാണ് പ്രധാന പ്രതിസന്ധി. ഇത് എങ്ങനെ മറികടക്കുമെന്നത് അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തിന്റെ വ്യവസായിക വികസനം സാധ്യമാക്കുക. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഇത്തവണ ഉയർത്താൻ സാധ്യതയില്ലെന്നാണ് സൂചന. വിരമിക്കൽ പ്രായം ഉയർത്തൽ വിസ്മയം ഇത്തവണയില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വിരമിക്കൽ പ്രായം 60 ഇത്തവണ ഏകീകരിക്കാൻ സാധ്യതയില്ല. ധവളപത്രത്തിലെ നിർദ്ദേശം ഇത്തവണത്തെ ബജറ്റിൽ പരിഗണിക്കാൻ ഇടയില്ല. മെയ് 31-ന് 12,360 പേർ വിരമിച്ചതിനാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല. ഒരു ഗഡു ക്ഷാമബത്തയാണ് ബജറ്റിലെ വിസ്മയം. മുൻകാല പ്രാബല്യത്തോടെ നൽകാനാണ് സാധ്യത. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകളുടെ പട്ടിക പുറത്തുവിട്ട് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ 7 സബ് ക്ലാസുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുക. പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് KSRTC മെമ്മോറാണ്ടവും പുറത്തിറങ്ങി. സൗജന്യ യാത്രയ്ക്ക് യാതൊരുവിധ ദൂരപരിധി ഉണ്ടായിരിക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സിറ്റി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ സൗജന്യമില്ല. ഉത്സവകാല സ്പെഷ്യൽ വീക്കെൻഡ് അഡീഷണൽ സർവീസുകളിൽ ആനുകൂല്യം ബാധകമല്ല. കഴിഞ്ഞ ദിവസമാണ് പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയിരുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. പദ്ധതിയുടെ സാമ്പത്തിക ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവർത്തനം വിലയിരുത്തിയ ശേഷം കൂടുതൽ ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതേസമയം UDF സർക്കാരിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. KSRTCയിലെ സൗജന്യ യാത്ര സ്വകാര്യ മേഖലയെ തകർക്കുമെന്ന് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഈ മാസം 19-ന് നടക്കുന്ന ബജറ്റിൽ ബസ് ഉടമകൾക്ക് അനുകൂലമായ പാക്കേജ് നൽകിയിട്ടില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഓട്ടം അവസാനിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു. തൃശൂരിൽ നടന്ന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് ഉടമകളെ പ്രതിസന്ധിയിലാക്കുമെന്ന് അറിയിച്ചിട്ടും സർക്കാർ അനങ്ങിയില്ല എന്നാണ് ബസ് ഉടമകൾ ആരോപിക്കുന്നത്. വിഷയം മുഖ്യമന്ത്രി VD സതീശനെയും ഗതാഗത മന്ത്രിയെയും അറിയിച്ചിരുന്നെന്നും മുഖ്യമന്ത്രി ചർച്ച നടത്താമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ചർച്ച ഉണ്ടായില്ലെന്നും ഉടമകൾ പറയുന്നു. വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ഈ മാസം 19-ന് നടക്കുന്ന ബജറ്റിൽ അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം പൂർണ്ണമായി അവസാനിപ്പിച്ച് സമരം സംഘടിപ്പിക്കുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. 19-ന് ശേഷം എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് സംയുക്ത യോഗം നടക്കും. ഈ യോഗത്തിന് ശേഷം സമരത്തിലേക്ക് കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. KSRTCക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വകാര്യ മേഖലക്കും കൂടി നൽകണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. മറ്റൊരറിയിപ്പ്. 2014-ന് മുൻപ് വിരമിച്ചവരുടെ ഉയർന്ന പെൻഷൻ EPFO റദ്ദാക്കുന്നു. തുക തിരിച്ചടക്കാൻ നോട്ടീസ്. കൈപ്പറ്റിയ തുക
തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ട് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നോട്ടീസ് അയച്ചു തുടങ്ങി. വിരമിക്കുന്നതിന് മുൻപ് ജോയിന്റ് ഓപ്ഷൻ നൽകിയില്ല എന്ന കാരണത്താലാണ് ഉയർന്ന പെൻഷൻ റദ്ദാക്കി തുടങ്ങിയത്. ഇതുവരെ കൈപ്പറ്റിയ ഉയർന്ന പെൻഷൻ തുക ഉടൻ ഒന്നിച്ച് തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയക്കുന്നത്. പലരും മരുന്നിനു പോലും പണമില്ലാതെ വിഷമിക്കുമ്പോഴാണ് ലക്ഷങ്ങൾ ഒന്നിച്ച് തിരിച്ചടക്കണമെന്ന നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നോട്ടീസ് ലഭിച്ച ഒരു മുതിർന്ന പത്രപ്രവർത്തകനോട് 2,90,336 രൂപയുടെ തിരിച്ചടവാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 2011 ഇദ്ദേഹം റിട്ടയർ ചെയ്തത്. കോടതി വഴിയാണ് യഥാർത്ഥ വേതനത്തിനനുസൃതമായ ഉയർന്ന പെൻഷൻ നേടിയെടുത്തത്. അങ്ങനെ വാങ്ങിയ 15 വർഷത്തെ പെൻഷൻ തുക ഒന്നിച്ച് തിരിച്ചടക്കാനാണ് നിർദ്ദേശം. എന്നാൽ 2022 നവംബറിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 2014 മുൻപ് വിരമിച്ചവർക്ക് ഉയർന്ന പെൻഷന് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് PF ഓർഗനൈസേഷൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും വിധികളുടെ അന്തസ്സത്തക്ക് വിരുദ്ധമാണ് ഈ നോട്ടീസ് എന്നാണ് പെൻഷൻകാർ ആരോപിക്കുന്നത്. ഒരു ജീവനക്കാരന് തൊഴിലുടമ വഴിയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ പണമടക്കുന്നതും മറ്റ് രേഖകൾ നൽകുന്നതും. തൊഴിലുടമയുടെ വീഴ്ച കാരണമാണ് ഇവിടെ ജോയിന്റ് ഓപ്ഷൻ നിശ്ചിത വർഷത്തിനുള്ളിൽ നൽകാൻ കഴിയാതെ പോയത്. അങ്ങനെ തൊഴിലുടമയുടെ വീഴ്ചയുടെ പേരിൽ തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കുന്നത് നീതി നിഷേധമാണെന്നാണ് അവർ പറയുന്നത്. മറ്റൊരറിയിപ്പ്, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക തീർക്കുന്നതിന് LDF സർക്കാർ തയ്യാറാക്കി വച്ചിരിക്കുന്ന പദ്ധതി നടപ്പാക്കിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദുരിതകാലത്തും ശമ്പളം മുടങ്ങാതെ കൊടുക്കാനായി, ആനുകൂല്യങ്ങളിൽ ചിലത് കൊടുക്കുമ്പോൾ മറ്റു ചിലത് കൊടുക്കാനായി പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. LDF കാലത്ത് കുടിശ്ശിക ഉണ്ടെന്ന് പറയുന്നതിന് പകരം LDF ആവിഷ്കരിച്ച ആ പദ്ധതി സർക്കാർ നടപ്പാക്കിയാൽ മതിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊരറിയിപ്പ്, EPF വരിക്കാർക്ക് സമ്പാദ്യം എളുപ്പത്തിൽ പിൻവലിക്കാനുള്ള സംവിധാനം ഉടൻ നിലവിൽ വരുന്നു. UPA, ATM എന്നിവ വഴി നേരിട്ട് പണം പിൻവലിക്കാനുള്ള സൗകര്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. അംഗങ്ങൾക്ക് PF ബാലൻസിന്റെ 75% വരെ ഉടനടി പിൻവലിക്കാൻ കഴിയും. 2025 ഒക്ടോബറിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പരിഷ്കാരം കോടിക്കണക്കിന് EPFO അംഗങ്ങൾക്ക് ഗുണകരമാകും. പ്രധാന പരിഷ്കാരങ്ങൾ: ATM, UPA പിൻവലിക്കൽ. അർഹരായ അംഗങ്ങൾക്ക് PF ബാലൻസിന്റെ 75% വരെ ATM, UPA വഴി പിൻവലിക്കാം. ജീവനക്കാരൻ്റെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടുന്ന മൊത്തം EPF ബാലൻസിന് ഈ സൗകര്യം ബാധകമാണ്. പരിശോധനയ്ക്കും മറ്റുമുള്ള കാലതാമസമില്ലാതെ തന്നെ പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. പ്രത്യേക സാഹചര്യത്തിൽ മുഴുവൻ തുകയും പിൻവലിക്കാം. 55 വയസ്സ് പൂർത്തിയായ ശേഷമുള്ള വിരമിക്കൽ, സ്ഥിരമായ ആനുകൂല്യം, ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ, പിരിച്ചുവിടൽ, സ്വയം വിരമിക്കൽ, ഇന്ത്യയിൽ നിന്ന് താമസം മാറുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുഴുവൻ തുകയും പിൻവലിക്കാം. ജോലി നഷ്ടപ്പെട്ട ഉടൻ തന്നെ PF ബാലൻസിന്റെ 75% പിൻവലിക്കാം. തുടർച്ചയായി 1 വർഷം തൊഴിലില്ലായ്മ തുടരുകയാണെങ്കിൽ ബാക്കിയുള്ള 25% കൂടി പിൻവലിക്കാൻ സാധിക്കും. ഭാഗികമായ പിൻവലിക്കലുകൾക്ക് മുൻപ് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ നിർദ്ദേശപ്രകാരം പെൻഷൻ തുക പിൻവലിക്കുന്നതിന് 2 മാസത്തിന് പകരം 36 മാസം കാത്തിരിക്കണം. അംഗങ്ങൾ 10 വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കി പെൻഷന് അർഹരാകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത്. അംഗത്തിനും കുടുംബത്തിനും ദീർഘകാല സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുന്നു. അംഗത്തിന്റെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ആക്റ്റീവ് ചെയ്തിരിക്കണം. പണം പിൻവലിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ: UAN കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമായിരിക്കണം. UAN നമ്പറുമായി ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ ലിങ്ക് ചെയ്തിരിക്കണം എന്നിവയാണ് പണം പിൻവലിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. മറ്റൊരറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലെ വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റവും ഇളവും സർക്കാരിനോട് ആവശ്യപ്പെടാൻ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ മൻഹ അവതരിപ്പിച്ച പ്രമേയം ഭരണസമിതി യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തീഷ്ണമായ വേനൽ ചൂടിൽ ആശ്വാസം ലഭിക്കാൻ വീടുകളിൽ ഇന്ന് AC സ്ഥാപിക്കുന്നത് ആഡംബരമായി കാണാൻ കഴിയില്ലെന്നും ആവശ്യമായി കാണണമെന്നുമാണ് പ്രമേയത്തിൽ പറയുന്നത്. ക്ഷേമ പെൻഷനുകൾക്കായി സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ AC സ്ഥാപിച്ചിട്ടുണ്ടെന്ന മുഖ്യ കാരണത്താൽ നിരസിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ 2000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് ചട്ടമനുസരിച്ച് അർഹതയുള്ളൂ. സാമ്പത്തിക ശേഷിയുള്ള കാലത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ള 2000 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് ഇന്ന് സാമ്പത്തികമായി പിന്നോക്കമുള്ളവർ ഉണ്ട്.
ഈ സാഹചര്യത്തിൽ വീടിന്റെ വിസ്തീർണ പരിധി 3000 ചതുരശ്ര അടിയാക്കിയെങ്കിലും ഉയർത്തണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. കൂടാതെ ബന്ധുവീടുകളിൽ ആശ്രിതരായി താമസിച്ചു വരുന്നവരുടെ പെൻഷൻ അപേക്ഷകളും വീടിന്റെ വിസ്തീർണ കാരണത്താൽ നിരസിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലെ വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റവും ഇളവും വേണമെന്ന് പ്രമേയം അംഗീകരിച്ചുകൊണ്ട് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മറ്റൊരറിയിപ്പ്, സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിന് ആയിരിക്കും മുൻഗണന. ഈ മാസം 19-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്. അത് ബജറ്റിൽ പ്രഖ്യാപിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചിട്ടുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടി രൂപയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് ആലോചന. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷം 6,000 കോടി രൂപ വീതം 2 വർഷം 12,000 കോടി ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. എന്നാൽ ഇത് സ്ഥായിയായ ലാഭമല്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യം നൽകണം. ചിലവ് മാറ്റിവെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ധവളപത്ര നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമെന്നും സൂചനയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ എണ്ണം ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷന് അപേക്ഷിക്കാമെന്നതിനാൽ ഗുണഭോക്താക്കൾ ഇനിയും കൂടും. തദ്ദേശ സ്ഥാപനങ്ങൾ അപേക്ഷകൾ അംഗീകരിക്കുന്ന മുറക്ക് സർക്കാർ പെൻഷൻ അനുവദിക്കുന്നതാണ് രീതി. 35-നും 60-നും ഇടയിലുള്ള മഞ്ഞ, പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹത. സംസ്ഥാനത്ത് നിന്ന് താമസം മാറുകയോ ജോലി ലഭിക്കുകയോ ചെയ്താൽ പെൻഷൻ കിട്ടില്ല. റേഷൻ കാർഡ് മാറിയാലും പെൻഷൻ കിട്ടില്ല. അനർഹമായി പെൻഷൻ വാങ്ങിയാൽ 18% പലിശ സഹിതം തുക തിരികെ ഈടാക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പ്രതിമാസം 1,050 കോടി രൂപ സർക്കാർ ഇപ്പോൾ നീക്കിവെക്കുന്നുണ്ട്. കടമെടുത്താണ് മിക്ക മാസങ്ങളിലും ഇത് നൽകുന്നത്. ഇതിനു പുറമെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് പണം കണ്ടെത്തേണ്ടത്. 2 പെൻഷനും കൂടി നൽകാൻ നിലവിൽ പ്രതിമാസം 1,230 കോടിയിലേറെ രൂപ വേണം. സാമൂഹിക സുരക്ഷാ പെൻഷൻ 2,000-ൽ നിന്ന് 3,000 രൂപയാക്കി കൂട്ടുമ്പോൾ ഇരു പെൻഷനുമായി 2,000 കോടിയിലേറെ രൂപ മാസം തോറും കണ്ടെത്തേണ്ടി വരും. സാധാരണക്കാരുടെ ജീവിതത്തെയും സാമ്പത്തിക ശീലങ്ങളെയും സ്വാധീനിക്കുന്ന നിരവധി സുപ്രധാന നിയമങ്ങളാണ് ഈ മാസം മുതൽ നിലവിൽ വന്നിരിക്കുന്നത്. പാചകവാതക കണക്ഷനുമായി ബന്ധപ്പെട്ട് ഈ മാസം 1 മുതൽ കർശനമായ നിയമങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നിർദ്ദേശപ്രകാരം ഒരു മേൽവിലാസത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സജീവ ഗ്യാസ് കണക്ഷൻ മാത്രമേ അനുവദിക്കൂ. നിലവിൽ PNG കണക്ഷനുള്ള വീടുകളിൽ ഇനി മുതൽ LPG സിലിണ്ടറുകൾ സൂക്ഷിക്കാൻ അനുവാദമുണ്ടാകില്ല. 2 കണക്ഷനും ഉള്ളവർ LPG സിലിണ്ടർ സറണ്ടർ ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം എണ്ണ കമ്പനികൾ നിങ്ങളുടെ LPG കണക്ഷൻ ബ്ലോക്ക് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യും. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഗാർഹിക LPG സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച് കേന്ദ്രം. 1 വർഷം ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകൾ 9-ൽ നിന്ന് 4-ആയാണ് കുറച്ചത്. 14.2 കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി എണ്ണം കുറച്ചത്. 300 രൂപയാണ് ഒരു സിലിണ്ടറിൽ കേന്ദ്രം സബ്സിഡിയായി നൽകുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസിന് 700 രൂപയും പെട്രോളിന് 6 രൂപയും ഡീസലിന് 30 രൂപയും നഷ്ടത്തിലാണ് ഉള്ളതെന്നാണ് വിഷയത്തെ ന്യായീകരിച്ച് പ്രതികരിച്ചത്. മാർക്കറ്റ് വിലയെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിന് 700 രൂപ നിരക്കിൽ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ തുടർന്നുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര LPG വില ഉയരുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നും റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരറിയിപ്പ്, റേഷൻ കടകളിൽ എത്താൻ സാധിക്കാത്തവർക്ക് ആവശ്യമായ സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണ സംവിധാനം തുടങ്ങാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ കർമ്മപദ്ധതിയുടെ ഭാഗമാണെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചു. പൊതുവിതരണം സാമ്പത്തിക ബാധ്യതയും മറ്റു പ്രശ്നങ്ങളും ബാധിക്കാത്ത തരത്തിൽ കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളത്. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും മുൻഗണനാക്രമത്തിൽ റേഷൻ കാർഡുകൾ നൽകുന്നതിനുള്ള നീക്കം ആരംഭിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ നടന്ന
പ്രസ് മീറ്റിൽ വ്യക്തമാക്കി. ശരിയായ മാർക്കറ്റ് തന്ത്രം പ്രയോജനപ്പെടുത്തി സപ്ലൈകോയുടെ പുനരുജ്ജീവനം സർക്കാർ ലക്ഷ്യമിടുന്നു. എല്ലാ ജില്ലകളിലെയും പ്രമുഖ സ്റ്റോറുകളെ സിഗ്നേച്ചർ മാർട്ടുകളായി വികസിപ്പിക്കുന്നതിനുള്ള പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്തു. പുതിയ കാലത്തെ വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകളും പരിഗണനയിലുണ്ട്. ഓണക്കാലത്ത് സമഗ്ര വ്യാപാരമേളകൾ സംഘടിപ്പിക്കും. ഓണത്തിന് കുറഞ്ഞത് 20 ദിവസം മുൻപെങ്കിലും മേളകൾ ആരംഭിക്കാൻ കഴിയണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സബ്സിഡി ഇനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിവേഗം വിറ്റഴിക്കപ്പെടുന്ന ഉപഭോക്തൃ വസ്തുക്കളും ഉൾപ്പെടുത്തിയാകും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സമഗ്ര വ്യാപാരമേളകൾ ഒരുക്കുക. ജില്ലാ തലങ്ങളിലും വ്യാപാരമേളകൾ ലക്ഷ്യമിടുന്നുണ്ട്. മറ്റൊരറിയിപ്പ്, ആധാർ സെന്ററുകളിൽ പോയി പേര്, വിലാസം, ജനനത്തീയതി അല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള നിരക്കുകൾ ഈ മാസം 1 മുതൽ 75 രൂപ മുതൽ 125 രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ മൈ ആധാർ പോർട്ടൽ വഴിയുള്ള സൗജന്യ ഓൺലൈൻ രേഖകൾ പുതുക്കൽ 2026 ജൂൺ 14 വരെ തുടരുന്നതാണ്. അതിനുശേഷം ഇതിനും നിരക്കുകൾ ഈടാക്കിയേക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.